വിജയമന്ത്രങ്ങൾ. ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര. അവതരണം റാഫി പാറക്കാട്ടിൽ. നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മീഡിയ പ്ലസ് ദോഹ, ഖത്തർ. അധ്യായം 376. ലോക മാനുഷിക ദിനം. മാനവികതയുടെ സന്ദേശം മാനത്തോളം ഉയർത്തേണ്ട ദിനം. മാനവികതയും മനുഷ്യപ്പറ്റും ഏറെ പ്രസക്തമാകുന്ന ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. പ്രശ്നസങ്കീർണമായ ഈ ലോകത്തെ ഒട്ടുമിക്ക പ്രശ്നങ്ങളും പരിഹരിക്കുവാനുള്ള ഏറ്റവും നല്ല പോംവഴിയും നാമൊക്കെ നല്ല മനുഷ്യരാവുക എന്നതാണ്. രാഷ്ട്രീയപരമായും മതപരമായുമൊക്കെ നിരന്തരം ഉപദേശങ്ങൾ നൽകുന്നുവെന്നല്ലാതെ മാനവികതയുടെ പ്രായോഗിക ഫലങ്ങൾ പലപ്പോഴും ചോദ്യചിഹ്നങ്ങളായി അവശേഷിക്കുകയാണ്. പട്ടിണിയും പരിവട്ടവുമായി ലക്ഷക്കണക്കിന് കുട്ടികളും പ്രായം ചെന്നവരുമാണ് ജീവിതം തള്ളി നീക്കുന്നത്. യുദ്ധക്കെടുതി മൂലം ഗസയിലും മറ്റു പലയിടങ്ങളിലും ദുരിതമനുഭവിക്കുന്ന മനുഷ്യരുടെ കഥ കരളലിയിപ്പിക്കുന്നതാണ്. ഈ പശ്ചാത്തലത്തിലാണ് ഓഗസ്റ്റ് 19 ലോകമെമ്പാടും ആചരിക്കുന്ന ലോക മാനുഷിക ദിനം നമ്മുടെ ശ്രദ്ധയിൽ വരുന്നത്. 2003 ഇറാഖിലെ ബാഗ്ദാദിലെ UN ആസ്ഥാനത്ത് നടന്ന ഭീകരാക്രമണത്തിൽ 22 പേരാണ് കൊല്ലപ്പെട്ടത്. അവരിൽ പ്രമുഖനായ UN പ്രതിനിധി സെർജിയോ വിയറ ഡി മെല്ലോയും ഉൾപ്പെടുന്നു. അവരെ സ്മരിക്കാനും ലോകമെമ്പാടുമുള്ള മനുഷ്യസേവകരുടെ പ്രവർത്തനങ്ങളെ ആദരിക്കാനുമായാണ് UN 2008 ലോക മാനുഷിക ദിനം പ്രഖ്യാപിച്ചത്. എല്ലാ മനുഷ്യരെയും മനുഷ്യരായി കാണുക, അതാണ് യഥാർത്ഥ മാനവികതയെന്നാണ് ഈ ദിനം അടയാളപ്പെടുത്തുന്നത്. ദുരന്തങ്ങളിലും യുദ്ധങ്ങളിലും ജീവൻ അപകടത്തിലാക്കി സേവനം ചെയ്യുന്ന മാനുഷിക പ്രവർത്തകരെ ആദരിക്കുക, അഭയാർത്ഥികൾ, പട്ടിണിക്കാരന്മാർ, പ്രകൃതി ദുരന്തത്തിൽപ്പെട്ടവർ, യുദ്ധബാധിതർ തുടങ്ങി ദുരിതത്തിൽ കഴിയുന്നവർക്ക് സഹായമെത്തിക്കുക, ലോകത്തിനു മുന്നിൽ കാരുണ്യം, സഹാനുഭൂതി, ഐക്യം തുടങ്ങിയ മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിക്കാട്ടുക എന്നിവയൊക്കെയാണ് ഈ ദിനത്തിന്റെ സന്ദേശം. മതം, വർഗം, ദേശം, ഭാഷാ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ മനുഷ്യനെ മനുഷ്യനായി കാണുകയും ഏകമാനവികതയും സാഹോദര്യവും ഉദ്ഘോഷിക്കുകയും ചെയ്യുമ്പോൾ സമൂഹത്തിലുണ്ടാകുന്ന മാറ്റം വിസ്മയകരമാകും. ജീവിതരക്ഷയാണ് ഏറ്റവും വലിയ സേവനം എന്നോർമ്മപ്പെടുത്തുന്ന ലോക മാനുഷിക ദിനം ആചരിക്കുമ്പോഴും ഒരു നേരത്തെ ആഹാരം പോലും ലഭിക്കാതെ മരണത്തിലേക്കെറിയപ്പെടുന്ന ഗസയിലെ കുട്ടികളുടെ രോദനം നമ്മുടെ കാതുകളിൽ അലയ്ക്കുന്നുണ്ട്. ഏട്ടിലെ പശു പുല്ലു തിന്നാത്തതിനാൽ നടക്കാത്ത സ്വപ്നങ്ങളായി മാനവികതയും മനുഷ്യത്വവും മാറുന്നതിന്റെ ദുരന്തങ്ങളാണ് ലോകത്തെങ്ങും കാണുന്നത്. ഐക്യരാഷ്ട്ര സംഘടനയും വൻകിട രാജ്യങ്ങളുമൊക്കെ നോക്കുകുത്തികളാകുന്നുവെന്നതാണ് ഏറ്റവും വലിയ ദുരന്തം. മാനവികതയും മനുഷ്യത്വവുമില്ലാത്ത നിലപാടുകളും നടപടികളും സാംസ്കാരികവും നൈതികവും മാനുഷികവുമായ നിരവധി ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. ലോക മാനുഷിക ദിനം കാരുണ്യത്തിനും സഹവേദനയ്ക്കും മനുഷ്യസേവനത്തിനും സമർപ്പിച്ച ഒരു ദിനമാണ്. ഇത് സംബന്ധിച്ച് പ്രിയ സുഹൃത്തും മൈൻഡ് ട്യൂൺ ഇക്കോവേവ്സിലെ സഹപ്രവർത്തകനുമായ ബഷീർ വടകരയുടെ ഒരു കുറിപ്പ് പങ്കുവയ്ക്കാം. ഓഗസ്റ്റ് 19 ലോക മാനുഷിക ദിനം. മനുഷ്യനെ മനുഷ്യനാക്കുന്നത് കരുണയാണ്. ലോക മാനുഷിക ദിനം നമ്മോട് ചോദിക്കുന്നു, നിനക്കുള്ളിലെ മനുഷ്യൻ ഉണർന്നിരിക്കുന്നുവോ? ജാതി, മതം, ദേശം, ഭാഷ, വർണ്ണം എന്നിങ്ങനെ നാം വരച്ചിട്ടിരിക്കുന്ന എല്ലാ ഭിത്തികളും മനുഷ്യരാശിയുടെ ഹൃദയത്തിലേക്കുള്ള വഴി തടയാൻ കഴിയില്ല. കാരണം കരുണയ്ക്ക് അതിരുകളില്ല, സ്നേഹത്തിന് മതിലുകളില്ല, മനുഷ്യത്വത്തിന് ഭേദങ്ങളില്ല. ഒരു കുഞ്ഞിന്റെ വിശപ്പും ഒരു അഭയാർത്ഥിയുടെ കണ്ണുനീരും ഒരു രോഗിയുടെ നിലവിളിയും ഒരു വയോധികന്റെ ഒറ്റപ്പെടലും ഇവയെല്ലാം ഒരേ വികാരവും ഒരേ ശബ്ദവുമാണ്. നീ മനുഷ്യനാണെങ്കിൽ പതിതനു വേണ്ടി നിന്റെ കാരുണ്യത്തിന്റെ കൈ നീട്ടിക്കൊടുക്കുക. മനുഷ്യചരിത്രം തെളിയിക്കുന്നത് നാശവും യുദ്ധവും കൊണ്ടല്ല, മനുഷ്യൻ മഹാനാകുന്നത് കരുണയും സേവനവും കൊണ്ടാണ്. കരുണയാണ് കാതൽ, മനുഷ്യത്വമാണ് കർമ്മം. അത് ദിവസങ്ങളിലൊന്നിലല്ല, ഓരോ ശ്വാസത്തിന്റെയും പ്രതിജ്ഞയായി നമ്മുടെ ജീവിതത്തിൽ പതിഞ്ഞിരിക്കണം. ലോകം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ആഡംബരം, രാഷ്ട്രീയ ശക്തി, സമ്പത്ത് എന്നിവയല്ല, പക്ഷേ ഒരു ഹൃദയത്തിന്റെ ചൂടും ഒരു കൈത്താങ്ങിന്റെ കരുത്തുമാണ്. ഈ ദിനം നമ്മോട് പറയുന്നു, നീ മനുഷ്യനാണെങ്കിൽ മറ്റൊരാളുടെ വേദനയിൽ പ്രകാശമാവുക. മനുഷ്യത്വം മരവിക്കുകയും സാഹോദര്യം ദുർബലമാവുകയും ചെയ്യുന്ന സമയത്ത് ചെറിയൊരു സഹായം പോലും മറ്റൊരാളുടെ ജീവിതത്തിൽ പ്രതീക്ഷയുടെ വിളക്കാകാം. ചൈനക്കാർ പറയാറുള്ളതുപോലെ, ഇരുളിനെ പഴിക്കുന്നതിനു പകരം പ്രത്യാശയുടെ ഒരു മെഴുകുതിരിയെങ്കിലും തെളിയിക്കാൻ നമുക്കാകുമോ എന്നതാണ് ലോക മാനുഷിക ദിനം ഉയർത്തുന്ന ഏറ്റവും പ്രസക്തമായ ചോദ്യം. വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 00974552625 എന്ന വാട്സാപ്പ് നമ്പറിലോ ceomedia+@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ച സന്തോഷമാകും. ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു. പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം.